بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. كلام قديم لا يمل سماعه، تنزاه عن قول وفعل ونية، به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي، فيا رب متعني بسر حروفه ونور به قلبي وسمعي ومقلتي. قال رسول الله صلى الله عليه وسلم: إن أفضلكم من تعلم القرآن وعلمه. ബഹുവന്ദരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അമൽ ചെയ്യാനുമൊക്കെ സഹായകമാവുന്ന ഈ സംവിധാനങ്ങൾ, അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇനിയും അള്ളാഹു കൂടുതൽ തൗഫീഖ് ഏറ്റിത്തരുമാറാവട്ടെ. അതിനെ നമുക്ക് എത്തിച്ചു തരുന്ന ഉസ്താദുമാരും പ്രവർത്തകരും അള്ളാഹു അവർക്കൊക്കെ പ്രതിഫലവും ദുനിയാവിലും ആഖിറത്തിലും സലാമത്തും നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ തജ്വീദ്, അതായത് അക്ഷരങ്ങളെ നന്നാക്കുക, ഇത് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ നമ്മോട് അല്ലാഹു നിർബന്ധമായും കൽപ്പിച്ച ഒരു കാര്യമാണ്. വദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉണർത്തുന്നത് എപ്പോഴും മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണല്ലോ എപ്പോഴും പറയാറുള്ള ആയത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞതിന്റെ അർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബയ്യിൻഹു ബയാനൻ. ആ ഖിറാഅത്തിനെ ഓതുന്ന അവസരത്തിൽ, പാരായണം ചെയ്യുന്ന അവസരത്തിൽ, വായിക്കുന്ന അവസരത്തിൽ ശരിക്കും വ്യക്തമാക്കണം. സ്ഫുടമായ അറബി അക്ഷരങ്ങളോടുകൂടി മറ്റുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവണം ഖുർആൻ ഓതേണ്ടത്. വഖീല ഹുവ തവഖുഫു വത്തറസ്സുലു വത്തമഹ്ഹുലു ബിൽമദ്ദി വൽ ഇഷ്ബാ. മറ്റൊരു തഫ്സീർ സാവകാശം, നിർത്തി, നീട്ടേണ്ടടുത്ത് നീട്ടുകയും കൂടുതൽ നീട്ടേണ്ടടുത്ത് അങ്ങനെ നീട്ടുകയും സാധാരണ മദ് മാത്രം ചെയ്യേണ്ടടുത്ത് അത് മാത്രം ചെയ്യുക. അതേപോലെ വറത്തിലിൽ ഖുർആന എന്നതിന്റെ തഫ്സീറാണ്. വീണ്ടും തർത്തീല എന്ന് അല്ലാഹു പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പറയുന്നു തഅ്കീദുൻ ഫിൽ അംരി ബിഹി. വളരെ കണിശമായി ആ നിയമം നിങ്ങൾ പാലിക്കുക തന്നെ വേണം. ഖുർആൻ ഓതുമ്പോൾ അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. നിർബന്ധമായും പാലിക്കേണ്ട മറ്റു നിയമങ്ങളും ഒഴിവാക്കപ്പെടാൻ പാടില്ല എന്നതാണ് വീണ്ടും തർത്തീല എന്ന് മസ്ദറിനെ പറഞ്ഞുകൊണ്ട് തഅ്കീദ് ചെയ്തത്. ഹുവ തഅ്കീദുൻ ഫി ഈജാബിൽ അംരി ബിഹി. ഇത് നിർബന്ധം തന്നെയാണ് എന്നത് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്, ഉറപ്പിക്കാനാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅരിബുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ അറബി ഭാഷയിൽ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇവിടെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഖുർആന്റെ അതായത് അറബിയുടെ 29 അക്ഷരങ്ങൾ ഓരോ അക്ഷരത്തെയും ശരിയാം വണ്ണം ഉച്ചരിക്കാൻ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും കഴിയുമോ എന്ന് നമ്മളൊന്ന് ശരിയായ ഉച്ചാരണം അറിയുന്ന ഒരാൾക്ക് വായിച്ചു കൊടുത്താൽ ആ അറബി അൽഫബറ്റ് മാത്രം വായിക്കുമ്പോൾ തന്നെ പല അക്ഷരങ്ങളും ചിലപ്പോൾ നമുക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഒറ്റ അക്ഷരം മാത്രം ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഉച്ചാരണം മാറിപ്പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ അക്ഷരം കൂടി വരുന്ന വേർഡുകളും അത് ഉൾക്കൊള്ളുന്ന ആയത്തുകളും അത് ഉൾക്കൊള്ളുന്ന സൂറത്തുകളുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ എത്രമാത്രം അക്ഷരത്തെറ്റുകൾ അബദ്ധങ്ങൾ അതിൽ വന്നു കാണും എന്ന് നമുക്ക് തന്നെ ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അഅരിബുൽ ഖുർആന, നിങ്ങൾ ഖുർആൻ അറബി ഭാഷയിൽ വ്യക്തമായി ഉച്ചരിക്കണം. അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅരിബുൽ കലാം കൈ തുഅരിബുൽ ഖുർആൻ, നിങ്ങൾ സാധാരണ അറബി വാക്കുകൾ തന്നെ അറബി ഭാഷ തന്നെ അക്ഷരങ്ങളെ ശുദ്ധമാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഖുർആൻ അക്ഷരങ്ങളെ ശരിയാക്കി ഓതാൻ കഴിയൂ. ഇത് വലിയൊരു പോംവഴി കൂടിയാണ് ഖുർആനിലെ തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒഴിവാവാൻ. ഉസ്താദുമാരെപ്പോഴും പറയാറുണ്ട്, സാധാരണ നമ്മൾ അറബി ഏത് വേർഡ് പറയുകയാണെങ്കിലും ദിക്ർ ചൊല്ലുകയാണെങ്കിലും മറ്റു തഹ്ഹിയാത്ത് പോലത്തെ ഏത് പറയുകയാണെങ്കിലും നിർബന്ധമായും തഹ്ഹിയാത്തിലൊക്കെ നിർബന്ധമായും അക്ഷരങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അതുകൊണ്ട് തന്നെ ബാത്തിലാവും. ഇനി അതല്ലാതെ അവർ മൗലിദ് ചൊല്ലുകയാണെങ്കിൽ ബുർദ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ കിതാബൊക്കെ വായിക്കുന്ന ആളുകളാണ് ആ ബൈത്തുകളും മറ്റു ഇബാറത്തുകളും വായിക്കുമ്പോഴെല്ലാം അറബിയുടെ സ്പെല്ലിങ്ങുകൾ തെറ്റാൻ പാടില്ല, അക്ഷരങ്ങൾ തെറ്റാൻ പാടില്ല. കാഫ് പറയേണ്ടടുത്ത് പലപ്പോഴും നമ്മൾ ഖാലിദ് എന്ന പേര് നമ്മൾ മദ്രസയിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പറയാ ഖാലിദാജിന്ന് KH എന്നാണ് എഴുതുക. പക്ഷെ വായിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഖ എഴുതാൻ കഴിയില്ല. ഐൻ മഹ്ബൂബ് എന്നാണെങ്കിൽ പേരെങ്ങനെയാണ് എഴുതുക അറബിയിൽ, പക്ഷെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നത് പോലെയാണ് ഉച്ചരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. മഹ്ബൂബ് എന്ന് പറയാ. ഇക്കാമത്ത് കൊടുക്കുക എന്ന് പറയും. ഇക്കാമ കാണാനില്ല എന്നാണല്ലോ പറയാ, പക്ഷെ ഇക്കാമ എന്നല്ല ഇഖാമ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആണോ ബഹ്റൈൻ. ബഹ്റൈൻ നമ്മളെന്താ പറയാ ബഹ്റൈൻ എന്നാ പറയാ അല്ലെ. എങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും എങ്ങനെ എഴുതാൻ വേറെ മാർഗമല്ല. പക്ഷെ ഉച്ചാരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അറബി ഉച്ചാരണം ശരിയായ സ്ഫുടമായ അറബി അക്ഷരങ്ങൾ തന്നെ മാറ്റിയിട്ടാ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സ കൊണ്ടുള്ള പദാണെന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മൾ തെറ്റിക്കും. ഇസ്മായിൽ എന്നുള്ളത് ഇസ്മായിൽ എന്ന് പറയാം, അതിന് പറയില്ല. അല്ലെങ്കിൽ ഇസ്മായിൽ എന്ന് പറയും. ലത്തീഫ് മുസ്ലിയാരുണ്ടോ എന്താ പറയാ ലത്തീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അങ്ങനെ പേരില്ല, ലത്തീഫാണ്. ലാം ത യ ഫ അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫിലെ ഐന് നമ്മൾ ശരിയായി പറയാറുണ്ടോ? പറയുന്നവരുണ്ടാവും, പക്ഷെ അധിക ആളുകൾ എങ്ങനെ പറയാ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അബ്ദു തുടങ്ങണ പേരുകൾ ധാരാളം ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉച്ചരിക്കുമ്പോ ഏത് അക്ഷരമായിട്ടാ പറയേണ്ടത് ഐനാണ്, അടിമ എന്നുള്ള അർത്ഥത്തിൽ. ആ ഫ്ലവർ ആക്കുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. സാധാരണ
ഓക്കെ, അതെ, ഹംസ ആയിട്ടാ പറയുന്നത്, എ എന്നാണ് പറയാ അല്ലെ, നോ പ്രോബ്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളൊരു മാറ്റം ആ രംഗത്ത് വേണമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാവരും എഴുതി വെക്കുക. അത് 10 അബൂ ഉബൈദ് ഫി ഫളായിലുൽ ഖുർആനിൽ, ഫളായിലുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. ഫൈളുൽ ഖദീറിലും ഉണ്ടെന്നാ പറയുന്നത്. എന്താണ് പറഞ്ഞത്? അരിബുൽ കലാം, നിങ്ങളുടെ അറബി സംസാരം നിങ്ങൾ അക്ഷരശുദ്ധിയോടെ യഥാർത്ഥ അറബി അക്ഷരങ്ങൾ കൊണ്ട് സൂക്ഷിച്ചു പറയണം. ഹറാമാണ് എന്ന് പറയാതെ ഹറാമാണ് എന്ന് പറയാം. അതേപോലെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് മുതൽ നമ്മുടെ മക്കളെ പേര്, നമ്മുടെ ഭാര്യമാരെ പേര്, നമ്മളെ വാപ്പാന്റെ പേര് എല്ലാം മുഹമ്മദ് എന്നാ പറയാം. വാപ്പാന്റെ പേരെന്താന്ന് വെച്ചാൽ മുഹമ്മദ് എന്ന് പറയും. അവിടെ തന്നെ എത്രമാത്രം വലിയ തെറ്റാണ്. മുഹമ്മദ് എന്ന് ഇട്ടിട്ടില്ല പേര്, മുഹമ്മദ് എന്ന് ഇടാൻ കാരണം തന്നെ എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി, എനിക്ക് മുഹമ്മദ് എന്നുള്ള പേര് ഇട്ടത് തന്നെ എനിക്കൊരു ശുഭലക്ഷണാണ്. എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തും. മുഹമ്മദ് എന്നും പറയല്ലേ, ശരിയാണ്. മുഹീദ്ദീൻ എന്ന് പോലും നമ്മൾ ശരിക്ക് പറയില്ല. ഖലീഫമാരെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. ഉസ്മാൻ, ഉമർ, അലി റളിയല്ലാഹു അൻഹും എല്ലാവരെയും നമ്മൾ എന്നാ പറയാ. ഏത് ഉറി എന്ന് പറയണ ആണ് പറയാ. അപ്പൊ അതൊക്കെ അതുകൊണ്ട് തന്നെ ഖുർആൻ വായിക്കാൻ തുടങ്ങുമ്പോ അതേ അക്ഷരങ്ങൾ തന്നെയാണ്. ഐനുള്ളടത്തൊക്കെ അൻഅംത അലൈഹിം ഹംസ വന്നു. റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി. അത്തഹിയാത്തിലാണെങ്കിൽ അഷ്ഹദു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരം ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം, യഅ്ല ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിലെ ഖിറാഅത്ത്, ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു? ഫഖാലത്ത്, അവിടുന്ന് പറഞ്ഞു, മാലക്കും വസലാത, നിങ്ങളുടെയും അവിടുത്തേക്ക് നിസ്കാരം എത്രമാത്രം വ്യത്യാസമുണ്ട്. സുമ്മ നഅതത് ഖിറാഅതഹു, പിന്നെ ആ ഖിറാഅത്തിന്റെ അവിടുന്ന് മുസലമ ബിബി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു, വർണ്ണിച്ചു. എങ്ങനെയാണ് വർണ്ണിച്ചു കൊടുത്തത് എന്നറിയോ? ഖിറാഅതൻ മുഫസ്സിറതൻ ഹർഫൻ ഹർഫ. അബൂദാവൂദിന്റെ റിവായത്തിൽ യഖ്തഉ ഖിറാഅതഹു ആയതൻ ആയ. റത്തിൽ ഖുർആൻ എന്നുള്ളതിന്റെ തഫ്സീറുൽ ഖാസിനിൽ ഇത് ഉണ്ട്. നസായി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൂടിയാണിത്. അപ്പോ എങ്ങനെയാണ് ഉച്ചാരണം? മുഫസ്സിറതൻ ഹർഫൻ ഹർഫ, ഓരോ അക്ഷരത്തെയും വ്യക്തമാക്കിയിട്ടാണ്. ഒരക്ഷരം അടുത്ത അക്ഷരത്തിൽ കയറൂല. ഇങ്ങനെ സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയുമ്പോഴേ എന്തിനും സിറാത്തുൽ മുസ്തഖീം, ഇഹ് എന്നുള്ള രണ്ടക്ഷരവും വേണ്ടത്ര കേട്ടില്ല. അതുപോലെ ബിസ്മി തുടങ്ങാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്ന് എങ്ങനെയാണോ നമ്മള് പിന്നെ സാധാരണഗതിയിൽ തുടങ്ങല്ലേ ബിസ്മില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഏതക്ഷര പോയത്? ഇവിടെ ഹാദറുള്ളവരൊക്കെ ഒന്ന് അടിച്ചാട്ടെ. നമ്മൾ സാധാരണ ഖുർആൻ ഓതാണെങ്കിലും ബാ പറഞ്ഞിട്ടില്ല, തീരെ ബാ പറഞ്ഞിട്ടില്ല. ചുണ്ട് രണ്ടും കൂടി നമ്മൾ ഈ താഴെ ഭാഗം, താടിയുടെ ഭാഗം ഒന്ന് താഴണം, എന്നാലേ കെസ്റുള്ള ബി വരുള്ളൂ. ബിസ്മില്ലാ ബിസ്മില്ലാ. കണ്ടോ? ഇനി നോക്കൂ അടുത്ത ആയത്ത്, ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പെട്ടെന്ന് ഇപ്പൊ ഒരാൾ അതിലൊരു തെറ്റ് കാണത്തില്ല അല്ലെ. ഹംദുലില്ലാ, എന്താ കൈഫ് ഹാലക് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഹംദുലില്ലാ. അപ്പൊ ഏതക്ഷര പോയത്? എല്ലാരും സജീവായിട്ട് അടിക്കൂ. ഹംസയാണ് പോയത് അല്ലെ, അൽ വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മീമ് ചിലപ്പോ പോയേക്കാം. അൽഹംദു അല്ല, ഒന്നാമത്തെ അക്ഷരം, അതായത് ഹംദു എന്നത് ഒരു പൗതി ലാമായിട്ടാണ് തുടങ്ങിയത്.
അത് സാധാ സംസാരത്തിൽ. പക്ഷെ ഖുർആൻ ഓതുമ്പോഴും അങ്ങനെ വന്നു പോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ഹംസ ഫത്ഹ ഇട്ടാൽ ഹംസ ഫത്ഹ എന്നല്ലേ. അപ്പൊ അറ എന്ന് എങ്ങനെയാണോ പറയുന്നത് അതേപോലെ അൽഹംദുവിന്റെ ഹംസ പറയണം. അതേപോലെ തന്നെ ദിനസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയരുത്. ഇഹ്ദിനസ്സിറാത്ത് ഹംസക്ക് കസ്റിട്ട ഈന്ന് കേൾക്കണം. അതാണ് അഅരിബുൽ കലാം കൈ തുഅരിബുൽ ഖുർആൻ എന്നുള്ളതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ ഖുർആന്റെ ഉച്ചാരണം ശുദ്ധമാവാൻ വേണ്ടി നിങ്ങളുടെ സാധാരണ സംസാരവും ശുദ്ധമാക്കണം. അതേപോലെ തന്നെ അപ്പൊ അക്ഷരങ്ങളൊക്കെ ശരിയാക്കി നല്ല ഭംഗിയിൽ ഒരു ബഹുമാനവും ആദരവും മനസ്സിൽ കൊടുത്തുകൊണ്ടാവണം നമ്മൾ ഓതേണ്ടത്. ഫാത്തിഹ കൊണ്ട് വിളിക്കുമ്പോഴേക്ക് നമ്മളതുകൊണ്ട് ഒറ്റ ഓത്തം കൊണ്ട് ഓതാണ്. അത് പിന്നെ ശ്വാസം വിടൽ നാസ് മലിക്കിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുമ്പോഴാ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ആ ഖുർആന്റെ സൂറത്തുകളെ സമീപിക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ ഇറങ്ങിയതാണ്. ഒരൊറ്റ അക്ഷരം സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, പകുതിയാവാൻ പാടില്ല, പോരാ. അക്ഷരങ്ങൾക്കുള്ള ഹറക്കത്ത് സുക്കൂനുകൾ ഏതാണെങ്കിൽ ഫത്ഹ ലം സുക്കൂൻ അതേതാണെങ്കിൽ അതും തീർച്ചയായിട്ടും വ്യക്തമാക്കണം. അങ്ങനെയൊക്കെ ഓതിക്കഴിഞ്ഞാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് കൂടാൻ പറ്റുള്ളൂ. അവിടുന്ന് പറഞ്ഞു, قال رسول الله صلى الله عليه وسلم ليس منا من لم يتغن بالقرآن ഖുർആനെ നല്ല അതിൻ്റെതായ രാഗത്തിൽ ഓതാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. ബുഖാരിയുടെ റിപ്പോർട്ടാണ്. മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്ന, അങ്ങനെയാണ് ബുഖാരിയിൽ അഹ്കാമിൽ കൊണ്ടുവന്നത്. ഏതായാലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഇത്രമാത്രം ഇഷ്ടമുള്ള മറ്റൊരു ഇബാദത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണ്, അള്ളാഹിന്റെ ആൾക്കാരാണ്. പാർട്ടി എന്നല്ല, അള്ളാഹിന്റെ ആളുകൾ. അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു, ഹദീസിൽ വന്നതാണ്. ഖുർആന്റെ ആളുകൾ അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, പോരാ അള്ളാഹിന്റെ പ്രത്യേകക്കാരാണ്. ഖാസ്സതുഹു, നമ്മള് ഇപ്പൊ ബഹുമാനിക്കുന്ന ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു നേതാവോ അല്ലെങ്കിൽ വലിയൊരു ഷെയ്ഖോ, ഇവൻ നമ്മളുടെ ആളാണ്, ഓന്റെ പ്രൈവറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം അതിനെ വണ്ണമാക്കി കാണും. എന്നാൽ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹു ആണ് പറയുന്നത്, അവൻ ഖുർആന്റെ ആള്, അതിനെ നന്നായി പരിഗണിക്കുന്ന ആള്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു, ഇങ്ങനെ അക്ഷരങ്ങളും നോക്കുന്നില്ല, രാഗം നോക്കുന്നില്ല. ഉസ്താദ്മാര് നമ്മൾ ആ തജ്വീദ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് ഓതി തന്നിട്ടുള്ള അതെല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ്. കാരണം ഇന്ന് നല്ല കാര്യങ്ങളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു ഒഴിവ് കഴിവ് ഇപ്പോൾ പറയാൻ കഴിയില്ല അള്ളാഹുവോട് പഠിക്കുന്നത്. അപ്പൊ പഠിക്കാത്തത് മാത്രമാണ് നമുക്ക് അത് ലഭിക്കാതിരിക്കാനുള്ള കാരണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുക തന്നെ വേണം. അള്ളാഹു നമുക്കതിന് ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മള് സാധാരണ ഓതുന്ന മഹാന്മാർക്ക്, ഖിറാഅത്തിന്റെ മശായിഖന്മാർക്ക് വേണ്ടി ഉള്ള ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ബറക്കത്ത് തേടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് 1/2 മണിക്കൂർ ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരോടും ഫാത്തിഹ ഓത് സാവകാശം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم عفوا اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആയിരുന്നു. കാര്യങ്ങളത് പിന്നെ പല കാര്യങ്ങളുണ്ട്. ഹുദൈഫി ഇടയ്ക്ക് ഖിറാഅത്ത് വലിയ കുഴപ്പമില്ല എങ്കിലും നമ്മൾ അതിനേക്കാളും ഒന്നുകൂടെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ തജ്വീദ് ക്ലാസ്സുകളുടെ കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ ഫാത്തിഹയും മറ്റു ചെറിയ സൂറത്തുകളൊക്കെ മാഷാ അല്ലാഹ് ഈ ക്ലാസ് തന്നെ സൂറത്തുൻ നാസ് മുതൽ തുടങ്ങിയതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മെല്ലെ മെല്ലെ ആഴ്ചയിൽ 2 ക്ലാസ്സുകളായി പലപ്പോഴും റമളാനൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും സൂറത്തുൽ ഹാഖ നമ്മൾ എത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഇതുപോലെ ഖുർആൻ മുഴുവനായി നമുക്ക് ഓതി പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ അതിനേക്കാളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അക്ഷരങ്ങളാണ് ലഭിക്കേണ്ടത്. ഖിറാഅത്ത് കേട്ട് കഴിഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും ചെറിയൊരു പാർട്ടാണ് അറബി അക്ഷരങ്ങൾ. ആ 29 അക്ഷരങ്ങളായിട്ട് തന്നെ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം. അതിന് ഇതുപോലത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അത് റെക്കോർഡ് ചെയ്തിട്ടോ മറ്റോ ക്ലാസ് റൂമിന്റെ അഡ്മിൻസിനോടൊക്കെ ചോദിച്ച് അത് ഫുള്ള് നമ്മൾ ഓരോ ദിവസം ഓരോ ക്ലാസ് ആയിട്ട് കേട്ട് പരിശീലിക്കണം. എന്നിട്ട് അക്ഷരങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ അതുപോലത്തെ റെക്കോർഡുകൾ ശരിക്കും ഉപകാരപ്പെടുള്ളൂ. അപ്പൊ അക്ഷരങ്ങൾ നമ്മൾ ഒരാൾക്ക് ഓതിക്കൊടുക്കണം, എല്ലാം വേണം. അത് മാത്രം ആയതുകൊണ്ട് എന്താ അറിയില്ല, ആ ഓതുന്ന ആള് നമ്മളിത് തെറ്റുണ്ടോ എന്ന് മൂപ്പര് പറഞ്ഞു തരൂലല്ലോ. റെക്കോർഡ് കേട്ടാല് അയാൾ ഓതണ പോലെ തന്നെയാണോ നമ്മൾ ഓതിയത് അല്ലെങ്കിൽ മൂപ്പര് നമ്മളോട് പറയൊന്നുമില്ല. അപ്പൊ അതിന് പിന്നെ ജീവുള്ള ഒരാളുടെ മുന്നിൽ തന്നെ പോയിട്ട് അത് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാഷാ അല്ലാഹ്, ഓതി കൊടുക്കണം. അതിന് പ്രാധാന്യം നൽകണം. നമ്മൾ പിന്നെ നല്ല ഖിറാഅത്ത് കേൾക്കുക എന്ന് പറയുന്നത് അതൊരു പൂർത്തീകരണമാണ്, തക്മീൽ എന്നൊക്കെ പറഞ്ഞതാണ്. നമുക്ക് കാര്യമായി വേണ്ടതിപ്പോ അതിന്റെ തുടക്കമാണ്, സ്റ്റാർട്ടിങ് അറബി അക്ഷരങ്ങൾ നമ്മുടെ ഉച്ചരിച്ച ആദ്യ 29 അക്ഷരങ്ങളെ തെറ്റില്ലാതെ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഓരോ പദങ്ങൾ പറഞ്ഞു നോക്കുക ഖുർആന്റെ, എന്നിട്ട് പിന്നെ ഓരോ ചെറിയ സൂറത്തുകൾ പഠിക്കുക. അങ്ങനെ തുടങ്ങണം. എന്നാലേ അതായത് ബേസിക് ക്ലിയർ ആക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ വക കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കൂടെ രണ്ടും വേണം. അത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അക്ഷരങ്ങൾ ശരിയാക്കലാണ്. അപ്പൊ ഇനി എത്രാമത്തെ ആയത്ത് മുതലാണ്? وأما من أوتي كتابه بشماله ആണോ? 14 മാഷാ അല്ലാഹ്. وجاء فرعون ومن 19 2 കൗലുണ്ടല്ലോ അവസാനം. ഓക്കെ, അപ്പൊ 34 വരെ എത്തി അല്ലെ? അതിന് മുമ്പ് നമ്മള് സക്തന്റെ ഹാകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? 19
وأما من أوتي كتابه بشماله അതൊക്കെ ഓതിയോ? മാഷാ അല്ലാഹ്. ഓക്കെ, 4 വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ അവിടുന്ന് അങ്ങോട്ട് ഓതാം. സക്തന്റെ ഹാ ഒക്കെ പറഞ്ഞിരുന്നു നമ്മള്. മാലിയ ഹലക. അൽഹംദുലില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. وإنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين وإنه لحسرة على الكافرين وإنه لحق اليقين فسبح باسم ربك العظيم. قبل الله. فأما من ഊതിയ കിതാബഹു ബിഷിമാലിഹി. അപ്പോ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നത് ഷഖാവത്തിന്റെ, പരാജയത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവരുടെ ദുർഗതിയും അവർക്ക് ഉണ്ടാവുന്ന ഖിയാമത്തിലെ അവസ്ഥകളൊക്കെയാണ് ഇപ്പോ പറയുന്നത്. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീം വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. നഊദു ബില്ലാഹ്. ഫലൈസ ലഹുൽ യൗമ. ഫലൈസ എന്ന് പറയുമ്പോ അത് നമ്മൾ അവിടെ ഉച്ചാരണം ശരിയാക്കണം. എങ്ങനെ? ഫലേന്നാവരുത്. ഫലൈസ ലഹു. ലാമിന് ഫത്ഹിട്ട ല. പക്ഷെ തൊട്ടടുത്ത് യാ വരുമ്പോ അസ്സലാമു അലൈക്കും, അലൈക്കും എന്ന് പറഞ്ഞപ്പോ ലാമിന് ലേ എന്നുള്ളൊരു ശബ്ദ വന്നത്. ഫാത്തിഹ ഓതുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഉണ്ടോ? നമ്മൾ അറിയാതൊരു തെറ്റ് വന്നു, എന്നാലോ അത് ജലിയായ ഖത ആണ്, വലിയ തെറ്റാണ്. എന്തുകൊണ്ട്? ഹർക്കത്ത് മാറിപ്പോയി. ലാ എന്നുള്ളത് ലേനായി. അപ്പോ അലൈഹിം അല ലാം ഫത്ഹ ല അലൈഹിം ഫലൈസ ലഹുൽ യൗമ. അതേപോലെ
പിന്നെ സാധാരണഗതിയിൽ പിഴവ് നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് അല്യൗമ. ഫലൈസ ലഹുൽ യൗമ, അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ആരാ ഒന്ന് പറയാ? ഫലൈസ ലഹുൽ യൗമ എന്നത് വായിക്കുമ്പോ, അല്യൗമ വായിക്കുമ്പോ വരുന്നൊരു തെറ്റ് ആരാ പറയാ? പലപ്പോഴും നമ്മൾ ക്ലാസ്സുകളിൽ ഉണർത്തി. മാഷാ അല്ലാഹ്. അല്യ, ഇപ്പൊ നമ്മൾ സാധാരണ ഓതാറുണ്ട് അല്യൗമ അക്മൽതു ലക്കും, അല്ലെ? ഫി ഹാദൽ യൗം എന്നൊക്കെ പറയുമ്പോ യാഇനെ നാവിന്റെ മധ്യവും മേലെണ്ണാക്കുമെന്ന് പറയുന്ന മഖ്റജ് കൊണ്ട് പറയാതെ മലയാളത്തിൽ സുക്കൂനുള്ള ലാമിനേഷൻ യാവ് വന്നാൽ നമ്മള് പിന്നെ വലിയ ആള് എന്നൊക്കെ പറയാലോ. അതേപോലെ ആണ് അറബിയും നമ്മൾ വായിക്കുക. പക്ഷെ അറബിയിൽ അങ്ങനെ ഒരു ഇദ്ഗാം, ലാമിനേഷൻ യാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ഇല്ല. അല്ല, ഒകാരം എന്നുള്ളതല്ല. ഓക്കെ, ഹിബ്ബുൽ ഖുർആൻ പറയുന്ന തെറ്റ് അൽ യോം എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അതും ഒരു വരാറുള്ള സാധ്യതയുള്ള തെറ്റാണ്. ഇപ്പൊ പറയുന്ന അതല്ല. അൽ യ എന്ന് ലാമിൽ നിന്ന് യാഇനെ വേർതിരിച്ച് പിന്നെ വ്യക്തമാക്കി പറയണം. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും? അല്യ, വലിയ ആള് എന്നൊക്കെ പറയുന്ന പോലെ ഇല്യാസ് എന്നാ പറയാം. ഖുർആനിലും ഇല്യാസ് എന്ന് പറയും, നമ്മൾ പറയാൻ പാടില്ല. എന്താ വ്യത്യാസം? ഇൽ എന്ന ലാമിന് ഷദ് ചെയ്തുകൊണ്ട് ല്യ എന്നാ നമ്മൾ പറയുന്നത്. ല്യ, മനസ്സിലായോ? മനസ്സിലാവാത്തവര് ടെക്സ്റ്റ് അടിക്കണം. അപ്പൊ ലാമിന് അവിടെ ഷദ് വരരുത് എന്നർത്ഥം. ഫലൈസ ലഹുൽ യൗമ, നിർത്താൻ പാടില്ല. മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ഫലൈസ ലഹുൽ യൗമ ഫലൈസ ലഹുൽ യൗമ ഹുന, ഒരു കാര്യമായി പോവും. പിന്നെ ഹുന എന്ന് ഹാഇനെ രണ്ടിനെയും വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കണം. ഹുന എന്ന് പറഞ്ഞാൽ ഹ ആവൂല, ഹുന എന്ന് പറയും ചിലർ വലിയ ശബ്ദത്തിലാതെ. ഇല്ല എന്നുള്ള ശബ്ദം വരരുത് എന്നാണ്. പിന്നെ ഹാഹുന ഹമീം ഉണ്ടോ? വരാൻ സാധ്യത ഉണ്ട്. കാരണം ഹാഹുന എന്നുള്ളടത്ത് രണ്ട് ഹാവ് വന്നു. ഇനി നമ്മൾ ഹമീം എന്നുള്ളപ്പോഴേക്കും എന്ത് ചെയ്യണം? ശബ്ദം മാറണം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. ഹാഹുന ഹമീം ഉണ്ടോ? നമ്മൾ ഹാ പറയാൻ ഉദ്ദേശിച്ചു, പക്ഷെ വന്നില്ല. അപ്പൊ എങ്ങനെ പറയണം? ഹാഹുന ഹമീം فليس له اليوم هاهنا حميم. نعم. ولا طعام. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. فليس له اليوم هاهنا حميم. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين. أعوذ بالله. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين. ولا طعام എന്നാണ് പലപ്പോഴും നമ്മൾ ത്വാഇനെ ഉച്ചരിക്കുക. തോണി എന്ന് പറയണം. ولا طعام ولا طعام ولا طعام. അപ്പൊ എല്ലാരും ആ തോന്ന് ചുണ്ടളക്കാത്തൊരു പിന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കപ്പോൾ തന്നെ ചുണ്ട് തീരെ ഇളകാതെ. ഇളകേണ്ടത് നാവാണ്. എന്ന് പറയുമ്പോൾ നാവ് ഇങ്ങനെ വലിഞ്ഞ് മേലോട്ട് കയറും. അണ്ണാക്കിന്റെ മേലെണ്ണാക്കിലേക്ക് കയറുമ്പോൾ ഉയർന്നിരിക്കുമ്പോൾ നമുക്ക് ശരിയായ അറബി ലാംഗ്വേജിലെ എന്ന് പറയാൻ പറ്റും ഈസി ആയിട്ട്. അതേസമയത്ത് ചുണ്ടിളക്കി കഴിഞ്ഞാൽ തോണിയുടെ ആണ് കേൾക്കുക. വലാ ത്വആമുൻ, പിന്നെ അയിന് പറയണം. ത്വആമുന്നില്ല എന്നായി പോവും. ഹംസ നഷ്ടപ്പെട്ടു പോവും. അങ്ങനെ പറയരുത്. ത്വആമുൻ കഴിഞ്ഞിട്ട് ഈ ത്വആമുൻ ത്വആമുൻ ഇല്ല.
ولا طعام إلا من غسلين غسلين ആണോ ഗിസ്ലീൻ എന്ന് പറയുമ്പോൾ ഗൈനാണ് പിന്നെ ഇസ്ലീൻ ആയാലോ ഗൈന് വരൂല അപ്പൊ കുറച്ചും കൂടെ മേലോട്ട് കയറിയാൽ മാത്രമേ ഗൈന് വരുള്ളൂ ഖ പറയണ സ്ഥലത്തുനിന്ന് നമ്മൾ അബ്ദുൽ ഗഫൂർ എന്ന് പറയും അല്ലെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അതെല്ലാം തെറ്റാണ് അടക്ക എന്താണ് അള്ളാഹുവിന്റെ പേര് ഗഫൂറാണ് അപ്പൊ വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ഇല്ലാ മിൻ ഗിസ്ലീൻ അഊദു ബില്ലാഹ് إلا من غسلين لا يأكله إلا الخاطئون لا يأكله إلا الخاطئون അവിടെ ലാ യഅ്കുലുഹു എന്ന പദത്തിൽ ഹംസ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറയുമ്പോൾ എന്താവുന്നറിയോ ലാ യഅ്കുലുഹു ആ ഫാത്തിഹ ഓതാം ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ ക്ലാസ് ലാ യഅ്കുലുഹു എന്ന് പറയുമ്പോൾ ലാ യഅ്കുലുഹു യ എന്നേ വരുന്നുള്ളൂ തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന് ലായ എന്ന് വരുന്നില്ല അത് പ്രത്യേകം സൂക്ഷിക്കണം ലായ കുലുഹു ഇല്ലൽ ഖാത്തിഊൻ അതേപോലെ തന്നെ ഖാത്തിഊൻ എന്ന് പറയുമ്പോഴോ ഖാത്തിഊന്നേ വരൂ ഏത് വരൂല എല്ലാരും പറയൂ ലായ കുലുഹു ഇല്ലൽ ഖാത്തിഊൻ എന്ന് പറയുമ്പോ ഏതക്ഷര പോയത് ഇല്ലൽ ഖാത്തിഊൻ ഹംസ അംസ അല്ല കേട്ടോ ഹംസ പലരും പറയാറുണ്ട് അംസ ഫത്ഹ എന്ന് പറയല്ലേ ഹംസ അല്ല സ്റ്റാർട്ടിങ് ഹ ആണ് ഹംസ അപ്പൊ ഖാത്തിഊൻ അല്ലെങ്കിൽ ചിലവര് അത് ഐനാക്കിയിട്ട് ഹംസ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഐനായിട്ട് വരും അപ്പൊ ഖാത്തിഊൻ ആവും അങ്ങനെയാണെങ്കിലും തെറ്റിപ്പോയി ഇല്ലൽ ഖാത്തിഊൻ നന്നായിട്ട് ശ്രദ്ധിക്കണം അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഹദീസിൽ വായിച്ചു നിങ്ങൾ അക്ഷരത്തെ എന്താണ് ഖുർആനെ അരിബുൽ ഖുർആന്റെ അക്ഷരങ്ങളെ ശരിയാക്കണം ശരിയായ അറബി അക്ഷരങ്ങളാക്കണം അപ്പൊ എല്ലാവരും ഓതി നോക്കൂ ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ لا يأكله إلا الخاطئون فلا أقسم بما تبصرون فلا أقسم بما تبصرون അവിടെ فلا أقسم بهذا البلد എന്നതുപോലെ ഇവിടെയും പറയാൻ പാടില്ല അവിടെയും പറയാൻ പാടില്ല ഔക്സിമു അല്ല ലാ ഉഖ്സിമു ഇതാണ് നേരത്തെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹായുടെ ഹദീസിൽ നമ്മൾ വായിച്ചത് മുഫസ്സിറതൻ ഹർഫൻ ഓരോ അക്ഷരവും അതിന്റെ എല്ലാ സ്വഭാവവും പുറപ്പെടുന്ന സ്ഥലവും കീപ്പ് ചെയ്ത് സൂക്ഷിച്ചു പറയുക അപ്പൊ നോക്കൂ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ എന്ന് പറയുമ്പോൾ ലാവു എന്നാ പറഞ്ഞത് ലാ ഉ ഹംസ വന്നില്ല പിന്നെ ഉഖ്സിമു എന്ന് പറയുമ്പോൾ കാഫാണ് വന്നത് ഖാഫ് വന്നില്ല ഉഖ്സിമു ബിമാ തുബ്സിറൂൻ തുബ്സി എന്ന സ്വാദ് വെളിവാവണം അല്ലെ തുബ്സിറൂൻ അല്ല അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ فلا أقسم بما تبصرون
വമാ ലാ തുബ്സിറൂൻ. അവിടെ സ്വാദിനെ നമ്മൾ വണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തുബ്സിറൂൻ നമ്മളറിയാതെ താഉം ബാഉം വലിയ താഉം ബാവും ചിത്രത്തിൽ താഉം ബാഉം പിന്നെ നേർപ്പിച്ച് പറയേണ്ട അപ്പൊ വമാ ലാ തുബ്സിറൂൻ എന്നാ പറയേണ്ടത്. വമാ ലാ തുബ്സിറൂൻ. അപ്പൊ സ്വാദിന്റെ കൂടെ ഈ ബാ കൂടെ എന്താവരുത്, വണ്ണിക്കപ്പെട്ടു പോകരുത്. അതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അവിടെ ഇന്നഹു ലഖൗലു, ലഖൗലു എന്ന് പറയുമ്പോ ഖാഫിന്റെ ഫത്ഹ പോയി ഖോനായി. ലഖ എല്ലാരും പറഞ്ഞു നോക്കൂ. ലഖ ഖാഫിന്റെ ഫത്ഹ ഇട്ടാൽ ഖ എന്നല്ല, എന്നിട്ട് വാവ് പറയാം. അപ്പൊ ലഖൗലു, ലഖൗലു ഖ കഴിഞ്ഞിട്ടേ ചുണ്ടളക്കാവും. ലഖൗലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖോനായി നമ്മളറിയാതെ. പിന്നെ റസൂൽ എന്ന് പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പോലെ റായിനെ ഒരു സാധാ റായിട്ട് പറയരുത്. റസൂൽ റാന് വണ്ണിച്ച് പറയണം, തടിയുള്ള റ. റസൂലിൻ കരീം എന്ന് പറയുമ്പോഴോ ചെറിയ റസൂലിൻ കരീം ഗാന്നാവരുത്, അതിന് കാഫ് കാറ്റോടുകൂടെ പറഞ്ഞാൽ മതി. റസൂലിൻ കരീം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ. വമാ ഹുവ ബിഖൗലി ശാഇർ. അവിടെ ഷാഇർ എന്നാണ് നിർത്തേണ്ടത്. ഷാഇർ നമ്മൾ പിന്നെ ഷായിർ 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 എന്ന് പറയും അല്ലേ. ഷേറെ മുബാറക് എന്നും പറയുമ്പോ എന്ത് പറയണില്ല, ആരാ പറയാ? നമ്മൾ ഷേറെ മുബാറക് ഷേറെ മുബാറക് എന്ന് പറയല്ലോ. അപ്പോ അതിലൊരു അക്ഷരം നമ്മൾ പറയുന്നില്ല, നല്ലവണ്ണം പറയുന്നില്ല, വേണ്ടതുപോലെ. ആരാ പറയാ? ഐൻ. മാഷാ അല്ലാഹ്, അഹ്സൻത്. അതേപോലെ ഷായിർ, വമാ ഹുവ ബിഖൗലി ഷായിർ. ഷായി എന്ന് പറഞ്ഞ ഒരു എന്താണ്, ചായി ചായി എന്നൊക്കെ പറയുന്ന ഒരു അക്ഷരം വന്നിട്ടുള്ളത്, യാവോ അല്ല എന്തോ ഒരു സാധനം. അപ്പൊ ഷായിനായാലേ ഐനാവുള്ളൂ. നസ്തഈൻ. മാഷാ അല്ലാഹ്. അപ്പോ വമാ ഹുവ ബിഖൗലി ഷാഇർ കേട്ടോ. പിന്നെ റായിനെ നേർപ്പിച്ച് ഫിർഔന പോലെയാണ് അവിടെ നിർത്തുക. കാരണം എന്താന്ന് വെച്ചാൽ കസറിന് ശേഷം റാ സുക്കൂനായി വഖഫ് ചെയ്തു, അങ്ങനെ. പിന്നെ ഖൗലി നേരത്തെ വന്നതാണ്. ഖലീലൻ, ഖലീൽ എന്നായി പോയത്. ഖലീൽ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്, ഖലീൽ. ഖല്ലി എന്ന് വന്ന്. അപ്പൊ ഖലീലൻ തന്നെ എല്ലാരും പറഞ്ഞു പഠിക്കണം. എല്ലാരും ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കൂ. വമാ ഹുവ ബിഖൗലി ശാഇർ. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഖലീലൻ മാ തുഅ്മിനൂൻ. ولا بقول كاهن. ولا بقول قاهن ആവരുത്. ولا بقول كاهن. ഒന്ന് ഖ മറ്റൊന്ന് ക. അപ്പൊ അക്ഷരശുദ്ധി നമുക്ക് കിട്ടി. പിന്നെ കാഹിൻ എന്നാ കൂട്ടി വായിക്കുകയാണെങ്കിൽ കാഹിനിൻ ഖലീലൻ. ഇഖ്ഫ മൈക്കണം. ഖലീലൻ മാ തദക്കറൂൻ. ഇതൊക്കെ അക്ഷരങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോഴും എങ്ങനെ വ്യക്തമാക്കണം എന്നറിയോ? ഒരു ബുദ്ധിമുട്ടില്ലാതെ ബസ്സിൽ പിടിക്കാതെ. ബസ്സിൽ പിടിച്ച് ഓതുക എന്ന് പറഞ്ഞാൽ ഖലീലൻ മാ തു ഇങ്ങനെയൊക്കെ ഒരു ഓത്തുണ്ട്. അനാവശ്യമായി ചുണ്ടുകളൊക്കെ ഇളക്കി ലമ്മിനല്ലാതെ തന്നെ. അപ്പൊ അതും വളരെ സോഫ്റ്റ് ആയിട്ട് കേൾക്കണം.
ഖലീലം മാ തദക്കറൂൻ. തദക്ക എന്നേ പറയും, ഒരിക്കലും തദക്ക എന്ന് പറയില്ല. അപ്പൊ അക്ഷരം ക്ലിയർ ആവും. പിന്നെ റൂന്ന് വണ്ണിക്കണം, നൂന് കേൾക്കണം. അപ്പൊ ഒന്ന് കൂട്ടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. തദക്കറൂൻ ദാലെപ്പോഴും നമ്മൾ പറയുന്നതാണ്. എപ്പോഴും മലയാളികൾക്ക് തസക്കറൂൻ, സിക്ർ ഹൽക്ക അല്ലെങ്കിൽ ദിക്ർ ഹൽക്ക രണ്ടാലൊന്നാണ് വരിക. ഒന്നുകിൽ ദാലിനെ സാ ആക്കി പറയും, അല്ലെങ്കിൽ ദാലിനെ സാദാ ദാല്. ദിക്ർ ഹൽക്ക എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ എഴുതുക. ഇംഗ്ലീഷിലാണെങ്കിലും ദിക്ർ എന്ന് എഴുതാൻ പറ്റുള്ളൂ. മിസ്രികൾ കൂടുതലാണ്. മിസ്രികളിപ്പോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മള് കാര്യം നമ്മൾ മലയാളികളെ പറയാം ആദ്യം. കേരളത്തിന് ലെവലാവട്ടെ അല്ലേ. മിസ്രികൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ ശരിയാണ് ഞങ്ങളെ ഡ്യൂട്ടിയിലുള്ള മിസ്രി. അപ്പൊ അവനാന്റെ ദാല് ശരിയായിട്ടുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ദാലെല്ലാവരും ഒന്ന് സ്വന്തമായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ദാലുള്ള കുറച്ച് 4-5 വേർഡുകൾ എടുത്തിട്ട് പറഞ്ഞു നോക്ക്. ഒരു സ്ഥലത്ത് മാത്രം നോക്കിയാൽ പോലെ ഫത്ഹ്, കസ്ർ, ലമ്മ്, സുക്കൂന്, പിന്നെ ഷദ്ദുള്ള അവസ്ഥ, ഷദ്ദുള്ള ഫത്ഹ്, ഷദ്ദ് കൂടെ കസ്ർ, ഇതെല്ലാം നോക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ട് പരിശീലിക്കണം. നാവിന്റെ തല ഒരല്പം ഇങ്ങനെ കാണണം, മേലെ മുമ്പലിന്റെ തെല്ലിൽ തട്ടുന്നത്. അങ്ങനെ കണ്ണാടി വെച്ച് നോക്കണം ദാലാകുന്നുണ്ടോ എല്ലാ സ്ഥലത്തും. ഖുൽ അഊദു, അതെ, ഫത്തിഷ് ഉയൂബക ഖബ്ലൽ ഐബി ഗൈറക മൻ ലീ മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമാ. നാളെ നമ്മളെ സ്വന്തം ഐബുകള് നമ്മൾ ആദ്യം നോക്കണം. അത് കാര്യം ഉണർത്തിയതാണ്. ആളുകളെ ശ്രദ്ധ പിന്നെ അങ്ങോട്ട് പോകും. ഇപ്പൊ ദാലിനെ ജ ആക്കി പറയാന്ന് പറയുമ്പോ അധികം ആളും പാകിസ്ഥാനികൾ അങ്ങനെ ഉണ്ട്, മറ്റേ യുപിക്കാരെ ഔസു എന്നാ പറയാ, ബംഗാളികൾ എങ്ങനെയാ പറയാ. പക്ഷെ നമ്മളെത്രയോ മലയാളികള് എന്ത് പറയുന്നുണ്ട്, വലിയവരും ചെറിയവരൊക്കെ പിന്നെ കുറെ ആളുകൾ ദാല് പറയുന്നുണ്ട് ഇഷ്ടം പോലെ. ഔദു ബില്ലാഹി, ചിലപ്പോ നാവ് മഖ്റജ് തട്ടുണ്ടാവും, പക്ഷെ കേൾക്കല് ദാലാണ്, അധികം അമർത്തണമുണ്ട്, അതിന്റെ സ്വഭാവം ശരിയാവാത്തതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഐബുകളെ ഞങ്ങൾ ആദ്യം കാണിപ്പിച്ചു തരണമേ, കാട്ടിത്തരണം. ബസാറത്ത്. അപ്പോ അടുത്തത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അതിന് മുമ്പത്തായത് നമ്മൾ ഓതിയില്ല, അപ്പോഴേക്കും ദാലിനെ പറ്റി പറഞ്ഞാണ് അല്ലെ. വലാ ബിഖൗലി, എല്ലാവരും ഓതു. വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. തൻസീൽ യാസീൻ വൽ ഖുർആൻ കീസീർ. അവിടെ പലപ്പോഴും അവിടെ എന്തുകൊണ്ടാണ് സീനാവുന്നത് എന്ന് വെച്ചാൽ ആരാ പറയാ, സീൻ ഒരേ മഖ്റജാണ് അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ പറയുമ്പോ പഴപ്പഴ സീസ്ക എന്ന് പറയും. നമ്മള് ഇസ്സത്തിലാക്കട്ടെ എന്നുള്ളതിന് ഇസ്സത്ത് എന്ന് പറയും, ബൈത്തുൽ ഇസ്സ എന്ന് പറയും അല്ലെ. സുഹ്റ എന്നുള്ളതിന് സൂറ എന്ന് പറയും. അതേപോലെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. അതെ ആണ്. അപ്പോ എന്തുകൊണ്ടാണ്, ഏതൊരു സ്വഭാവം വന്നപ്പോഴാണ് സീനായത്? ഇസ്മായിൽ കാറ്റ് എന്നായിരിക്കും അടിച്ച് അല്ലെ, കാറ്റ് നടന്നപ്പോഴാണ്. അതായത് സാവും സീനും ഒരേ മഖ്റജാണ്, പക്ഷെ സീനിന് കാറ്റ് നടക്കണം. സായിന് കാറ്റ് നടന്നു കഴിഞ്ഞാൽ, ഹംസ് എന്ന് പറയുന്ന വിശേഷണം വന്നു കഴിഞ്ഞാൽ സീനായി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മള് അള്ളാഹുവിന്റെ പേര് അസീസ്, ഇന്നഹു അസീസ് പറയുമ്പോഴേക്കും അസീസ് ആവും. സുലൈഖ നമ്മൾ സുലൈഖ എന്നല്ലേ പറയാ.
ഇഷ്ടം പോലെ ഖുർആനിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. ഹദീസാണെങ്കിലും ദിക്റാണെങ്കിലും സ്വലാത്തും തസ്ലീമും അസ്കാ തഹിയ്യത്ത്, അതുപോലെ എന്ന് പറയും തസ്കിയ, ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആത്മാവിന് തസ്കിയത്ത് ചെയ്യണം. അതേപോലെ ഇസ്ലാം കാര്യങ്ങൾ പറയുമ്പോൾ സക്കാത്ത് എന്നാണ് എഴുതുക, പക്ഷെ മലയാളത്തിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ സീനെ എഴുതാൻ കഴിയും. അപ്പൊ അതിന്റെ സക്കാത്ത് എത്രയെന്ന് ചോദിക്കും, ഫിത്ർ സക്കാത്ത്. അങ്ങനല്ലേ അധികാളം പറയാ? ആണ്, അതിൽ പലപ്പോഴും അങ്ങനെ പറയാം. അപ്പൊ നേരത്തെ നമ്മൾ വായിച്ച ഹദീസ് പറഞ്ഞ എന്താണ്, എവിടെ പറയാനോ ഖുർആനോ ഹദീസോ ആയി കൊള്ളണമെന്നില്ല, എപ്പോഴും സക്കാത്ത് എന്ന് പറയാ. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ വായിക്കാതെ ഒരു പ്രയാസം തോന്നൂല. മലയാളത്തിലാണ് നമ്മുടെ ഉച്ചാരണം. അത് ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇങ്ങനെ സക്കാത്ത്, മുഹമ്മദ്, റഹ്മാൻ, റഹ്മാനുർ റഹീമുമായ എന്നൊക്കെ അള്ളാഹിന്റെ പേരും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊക്കെ മാറ്റാ. സിയാറത്ത് യാത്ര, സിയാറത്ത് ടൂർ എന്നല്ലേ പറയല് സാധേ ആണ്, ഖബർ സിയാറത്ത്. അപ്പൊ എല്ലായിടത്തും ശരിയായിട്ട് വായിച്ചാൽ നമുക്ക് ഖുർആൻ ഓതുമ്പോ വലിയൊരു പ്രയാസം തോന്നൂല. അപ്പൊ അത് നേരത്തെ പറഞ്ഞ ഹദീസ് എല്ലാവരും ഓർമ്മിച്ച് നോട്ട് ചെയ്ത് വെക്കുക, അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക. അപ്പോ ഖുർആനിൽ നിന്നുള്ള തെറ്റുകളെ നമുക്ക് വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റുകൾ. അപ്പൊ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ മിൻ റബ്ബി എന്ന് പറയും ചിലല്ലോ, നൂനെ വെളിവാക്കിയിട്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, മിർ റബ്ബിൽ ആലമീൻ ബിൽ ഐൻ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് പറയൂ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. നെക്സ്റ്റ് ക്ലാസ് സമയമായല്ലോ അല്ലെ? അതെ, അതിന് ശ്രദ്ധിക്കേണ്ട, റബ്ബിൽ ആലമീൻ എന്ന് പറയരുത്, റബ്ബിൽ ആലമീൻ. അല്ലെങ്കിൽ നമ്മൾ ലാമിന്റെ അവിടെ നിന്ന് നേരാണ് നീട്ടിപ്പോകും. റബ്ബില്ലാലമീൻ എന്തൊക്കെ വിശേഷം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ, റബ്ബില്ലാലമീൻ നമ്മൾ സാധാരണ പറയുന്നതാണ്. റഹ്മത്തുല്ലില്ലാലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അല്ലെ, റഹ്മത്തുല്ലില്ലാലമീൻ. അപ്പൊ ഏതക്ഷരാ പോയത്? എല്ലാവരും ഒന്ന് അടിച്ചാട്ടോ. ഒരാള് അടിക്കണീന്റെ മുമ്പ് എല്ലാവരും ഫസ്റ്റിൽ അടിക്കണം. നമ്മള് അൽഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ ഐനില്ല അല്ലെ, റഹ്മത്തുല്ലില്ലാലമീനായ എന്ന് പറയുമ്പോ എവിടെ ഐന് പറഞ്ഞിട്ടേ ഇല്ല, നേരെ ലാമിനെ അങ്ങോട്ട് നീട്ടുക ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് സാവകാശം ഓതലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. അത്രയും അക്ഷരശുദ്ധിയും അക്ഷരങ്ങൾ ശരിയാവണ്ണം വഴങ്ങിയിട്ടില്ല. അങ്ങനത്തെ നമ്മൾ സ്പീഡിൽ ഓതുമ്പോ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മൾ ആലോചിച്ചാൽ മതി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅൻ അഖറഅ സൂറതൻ ഉറത്തിലുഹാ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖറഅൽ ഖുർആന കുല്ലഹ്. ഒരു സൂറത്തിനെ നല്ല തർത്തീലാക്കി അർത്ഥമൊക്കെ ചിന്തിച്ച് സാവകാശം ശരിയാവും ഇൻഷാ അല്ലാഹ് ഓതലാണ്. ഖുർആൻ മൊത്തം ആ സമയം കൊണ്ട് ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടം അഹബ്ബു ഇലയ്യ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേപോലെ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, രണ്ടാളുകൾ, ഒരാള് അൽ ബഖറയും ആല ഇമ്രാൻ 2 സൂറത്തുകൾ ഓതി ഒരേ സമയത്ത്, അത്രയും സമയം കൊണ്ട് ഒരു 1.5 മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ 2 മണിക്കൂർ
അത്രയും സമയം കൊണ്ട് ഒരാൾ അൽ ബഖറ മാത്രം ഓതി, രണ്ടാളും ഒരേ സമയത്താണ്, ഒരാൾ 2 സൂറത്തും ഒരാൾ ഒറ്റ സൂറത്തും. എന്നാൽ ആർക്കാണ് കൂടുതൽ പ്രതിഫലം, ആരൊക്കെയാണ് കൂടുതൽ ശ്രേഷ്ഠത? അപ്പൊ അവിടുന്ന് പറഞ്ഞു അല്ലദീ ഖറഅ അൽ ഖുർആന വഹ്ദഹ അഫ്ളൽ. കണ്ടോ? അപ്പൊ നമ്മള് എത്രയൊക്കെ ഉസ്താദ്മാരെ ഉണർത്തിയാലും നമ്മള് എന്ത് ചിന്തിക്കൂല, സാവകാശം കുറച്ചോത ചിന്തിക്കൂല. നമ്മൾ ദിവസം ഓതേണ്ട സൂറത്തുകളുണ്ട്, അതങ്ങോട്ട് ഓതി തീർക്കണം. പിന്നെ ഒരു ദിവസം 3 പേജോ 4 പേജോ 5 പേജോ ഓരോരുത്തർ ഓതുന്നുണ്ടാവും, അത് ഓതി തീർക്കണം. അതെ, ഓതുന്നത് ഖുർആനാവുന്നുണ്ടോ അല്ലേ എന്നുള്ളതിലേക്ക് നമ്മൾ പലപ്പോഴും ചിന്ത പോവാറില്ല. നമ്മളത് നിർബന്ധമായിട്ട് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഒരു പേജെങ്കിലും ഖുർആൻ ഓതിയ കൂലി കിട്ടുകയുള്ളൂ. നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ ജനിച്ചതിന് ശേഷം ഐന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഐനികനൊക്കെ എന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതുപോലെ ചില ആളുകൾ ജനിച്ചതിന് ശേഷം ഖാഫ് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി നേരെ മുന്നിലിരുന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഖാഫ് ഉള്ള ഒരു പദവും ഖാഫോട് കൂടെ പറയാൻ കഴിയും. കുൽ ഹുവല്ലാഹു മുസ്തഖീം, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെയാണ്. അതേപോലെ സ്വാദ് തീരെ പറഞ്ഞിട്ടുണ്ടാവില്ല, ലോദ് തീരെ നാവിന്റെ അരനീളത്തിൽ മേനപ്പല്ലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്പീഡിൽ ഓതുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? കുഫുവൻ നഹദ്, അവിടെ ഹംസ ഇതുവരെ ഉച്ചരിച്ചിട്ടുണ്ടാവില്ല. അതെ, കുഫുവൻ നഹദ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂനില്ലാത്തൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുഫുവൻ നഹദ്, ഫായിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. വലമക്കുല്ല കുഫുവൻ നഹദ്. കുഫുവൻ നഹദ് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരം പോയി എന്നറിയോ? കുഫുവൻ എന്നുള്ള ഫായിന്റെ ദമ്മ് പോയി, വാവ് തീരെയില്ല. നഹദ് എന്ന് നൂനൊരു ശ്രദ്ധ നമ്മൾ കൊടുത്തു, പിന്നെ ഹംസ പോയി. ഏതൊക്കെ സദസ്സെന്ന് കേട്ടാലും നമ്മൾ ആ വിഷയത്തിൽ വളരെയധികം പിന്നോക്കമാണ് എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് ഖുർആൻ അത് അതിൻ്റെതായ ഉച്ചാരണവും അറബി ഭാഷയുടെ സ്ഫുടമായ അക്ഷരശുദ്ധിയുണ്ട്. അത് നമ്മൾ അതിന് സമയം ചെലവാക്കി ബാക്കിയുള്ള നിർബന്ധമല്ലാത്ത കാര്യങ്ങൾക്കും ഇനിയിപ്പോ വിജ്ഞാനങ്ങളാണെങ്കിൽ തന്നെ നിർബന്ധമായതിന് എപ്പോഴും മുന്തിക്കണം. ഫർള് ഐനായ കാര്യങ്ങൾ ഫാത്തിഹ സഹിയാവിന് നിസ്കാരം സഹിയാവാതെ നമ്മൾ എന്തൊക്കെ ക്ലാസ് കേട്ടിട്ട് എന്താ കാര്യം? കാരണം അവ്വലുമാ യുഹാസബു ബിഹി, അല്ലെ, മനുഷ്യനോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ പറ്റിയാണ്. അതിൽ കഴിച്ചിലാവണം. അതിന് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും വെക്കണം. നിസ്കരിച്ചാ പോരാ. അല്ലെങ്കിൽ ഖുർആനിൽ എന്ത് പറയില്ലല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് എന്ന് ഖുർആൻ പറയോ? എല്ലാ നിസ്കാരക്കാരും രക്ഷപ്പെടുമെങ്കിൽ നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് പറയില്ലല്ലോ. നിങ്ങൾ സൂറത്തുൽ മാഊൻ എടുത്ത് നോക്കൂ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക്, ചില നിസ്കാരക്കാർക്ക് എന്തുണ്ട്? നാശമുണ്ട്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു ചെരുണ്ട്, ശിക്ഷയുണ്ട്, വലിയൊരു തുസല്ലി സ്വലാത്തൻ തുസല്ലി സ്വലാത്തൻ തുസല്ലി സ്വലാത്തൻ, അങ്ങനെയാണ് ഒരു ബൈത്തുണ്ടല്ലോ. صلاة بمثلها يكون الفتى مستوجبا للعقوبة صلي بلا قلب. ല്ലേ? അങ്ങനെ ചില നിസ്കാരങ്ങളും എന്താണ്? മുസ്തൗജിബുൽ ലിൽ ഉഖൂബത്താണ്. ഉഖൂബത്തിനെ നിർബന്ധമാക്കുന്ന നിസ്കാരങ്ങളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ മുന്നീന്നതിന്റെ ഒരു കാരണം ആണ്, കാരണങ്ങളിൽ ഒന്ന് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളുകളും പാലിക്കുന്നില്ല. ആ ഫർളിൽപ്പെട്ട 14ൽപ്പെട്ട ഒന്നാണ് ഏത്? ഫാത്തിഹ ഓതൽ. ഫാത്തിഹ ഓതൽ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഫത്ഹുൽ മുഈൻ അതുപോലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പറയുന്നുണ്ട് എന്ത്? ഫാത്തിഹയുടെ അക്ഷരങ്ങളെ സൂക്ഷിക്കണം. വയജിബു റിആയതു ഹുറൂഫിഹാ വതശ്ദീദാതിഹാ, ഫാത്തിഹയിലെ ശബ്ദങ്ങളും അക്ഷരങ്ങളും സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്.
എന്നാലേ നിസ്കാരത്തിലെ എന്റെ ഫർളായ ആ ഫർള് സ്വഹീഹാവും. അപ്പോ നമ്മള് നിർബന്ധമല്ലാത്ത മറ്റുള്ള വിജ്ഞാനങ്ങളൊക്കെ പഠിക്കണം. പക്ഷേ നിർബന്ധത്തിനെ തൊട്ട് ഗാഫിലാക്കി പിശാച് നമ്മളെ പല കാര്യങ്ങളെ കൊണ്ട് എൻഗേജ് ആക്കും. എന്തിനു വേണ്ടി? നമ്മളെ നിസ്കാരെല്ലാം ബാത്തിലാക്കാൻ വേണ്ടി. തജ്വീദ് ക്ലാസ് എന്ന് പറയുമ്പോൾ പലർക്കും എന്തില്ല ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അത് പിശാചിന്റെ ഒരു ഇതാണ്. മറ്റേ ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ് ഉണ്ട്, ക്ലാസ് തന്നെ ആയിരിക്കും. പക്ഷെ പിശാച് പല നിലക്കും മനുഷ്യനെ ദിക്ർ ചൊല്ലി പഴപ്പിക്കും. കാരണം ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരമൊക്കെ എന്താവും? സ്വഹീഹാവും, സക്കാത്ത് സ്വഹീഹാവും. അങ്ങനെയാണല്ലോ. കാഴ്ചയിൽ ഖൈറായിരിക്കും പ്രത്യക്ഷത്തിൽ, പക്ഷെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് ഷർറായിരിക്കും. അപ്പൊ എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ എന്താ പറഞ്ഞതിപ്പോ? പോവാണോ പറഞ്ഞേ? യാ അല്ലാഹ്, ഒന്നും പറഞ്ഞിട്ടില്ല. നിസ്കാരം അല്ല, ഞാൻ പറഞ്ഞത് ഫർള് ഐനായ നിസ്കാരം സ്വഹീഹാൻ ആവശ്യമായ എന്തെല്ലാം വിജ്ഞാനമുണ്ടോ അങ്ങനത്തെ വിജ്ഞാനങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഫാത്തിഹ ഓതാൻ പഠിക്കുക എന്നുള്ളത്. ഫാത്തിഹ ഓതാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ്റ്റ് കൊണ്ടതാ കേട്ടാ പറ്റൂല. പിന്നെ 9 ഒറ്റക്ക് ഉച്ചരിക്കാൻ കഴിയണം. എന്നിട്ട് അതിനുശേഷം അതൊരോ കെലിമത്തുകളിൽ വേർഡുകളിൽ വരുമ്പോ ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. അതിനൊക്കെ ഒരാള് വേണം നമുക്ക് ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള, തജ്വീദ് നന്നായിട്ട് പഠിച്ച ഒരാളെ കിട്ടണം. പിന്നീട് നമ്മൾ ഫാത്തിഹ ശരിയാക്കണം, അത്തഹിയ്യാത്ത് ശരിയാക്കണം, അല്ലാഹു അക്ബർ പറയുന്നത് ശരിയാക്കണം. ഇതൊക്കെ നിർബന്ധമാണല്ലോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നിസ്കാരത്തിന് പുറത്തു പോകുമ്പോ അസ്സലാമു അലൈക്കും മറ്റുള്ള സ്വലാത്തൊരു ഫർളാണ്, അതെല്ലാം പഠിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അവർക്ക് തൻസീലും മിർ റബ്ബിൽ ആലമീൻ നിർത്താന്ന് പറഞ്ഞ തൽക്കാലം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിർത്തി അടുത്തതിന് അവസരം കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ ഇപ്പൊ നമ്മൾ ഓതിയ ഭാഗം ഒന്നും കൂടെ, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഉണർത്തിയല്ലോ. ആ ഒരു 35-ാമത്തെ ആയത്ത് മുതൽ 44 വരെ ഒന്ന് പാരായണം ചെയ്യാൻ ഞങ്ങള് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, മുസ്ഹഫിലേക്ക് നോക്കുക. നമ്മൾ ഇതുവരെ ഉണർത്തിയ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളതും എന്നല്ല, പലരും ഓതുമ്പോ വരുമെന്ന് ഉറപ്പുള്ളതുമായ സ്ഥലങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്ന് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين سبحانه وتعالى تقبل الله. أبا تنزيل من رب العالمين ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു അവൻ എന്ന് ഇറക്കിയതാണ്. അവൻ ഇറക്കിയത് എങ്ങനെയാണ്? വളരെ അക്ഷരശുദ്ധിയോടുകൂടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. വഹാകദാ മിൻഹു ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹാകദാ മിൻഹു ഇലൈനാ വസല. എന്തുകൊണ്ടാണ് തജ്വീദ് നിർബന്ധം എന്ന് പറഞ്ഞത്?
അതിന്റെ കാരണം ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, അങ്ങനെ അക്ഷരങ്ങളെ നന്നാക്കലോടുകൂടെയുള്ള ഒരു ഓത്താണ്. അങ്ങനെയാണ് അള്ളാഹു അതിനെ ഇറക്കിയിട്ടുള്ളത്. വഹാകദാ മിൻഹു ഇലൈനാ വസല, അങ്ങനെ തന്നെയാണ് നമ്മളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹാബികൾ, മറ്റുള്ള ഖിറാഅത്തിന്റെ ഇമാമികൾ, ഉസ്താദുമാരിലൂടെ നമുക്ക് എത്തിയിട്ടുള്ളതും അങ്ങനെയാണ് എന്നല്ലാതെ മറ്റൊരു അക്ഷരശുദ്ധി ഇല്ലാത്ത ഒരു ഖിറാഅത്തിലൂടെ ഖുർആനോത്ത് വന്നിട്ടില്ല. ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, ആരാണെങ്കിലും. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അക്ഷരങ്ങളെ നന്നാക്കണം. അതിന് അല്ലാഹു വലിയ പ്രതിഫലവും തരും. നമ്മുടെ നിസ്കാരം എന്ത് ചെയ്യും? സ്വഹീഹാവുകയും ചെയ്യും. വഫഖനല്ലാഹ്. ഇനി നേരത്തെ ആരോ ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓതിയ ഭാഗം ഓതണമെങ്കിൽ അങ്ങനെ ഓതാം. ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും കാരണക്കാരായ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭക്ഷണം തന്നു മറ്റും സഹായിച്ചവർ, അല്ലാഹു അവർക്കൊക്കെ അവന്റെ പ്രത്യേകമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് വഫാത്തായി പോയ ആളുകൾക്ക് അല്ലാഹു ഖുർആന്റെ പ്രകാശം കൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയും ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കട്ടെ. ശുദ്ധ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ പാരായണം ചെയ്തത് അതേപോലെ അക്ഷരശുദ്ധിയോടുകൂടി ഉള്ള ഓത്ത് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിഹ ഓതാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, കട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ജലദോഷമുണ്ട്. ദോഷത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ നല്ല ഖിറാഅത്തായിരുന്നു. അല്ലാഹു നമ്മുടെയും അവരുടെയൊക്കെ രോഗം സുഖമാക്കി തരുമാറാവട്ടെ. ഏതൊക്കെ അക്ഷരാണ്? 2-3 അക്ഷരങ്ങൾ വ്യക്തമായിരുന്നില്ല അല്ലെ? ആരാ പറയാ? ആരും കേട്ടില്ല. അതെ, മാഷാ അല്ലാഹ്.
മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. ത്വാഉം ജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നായപ്പോ ശൈത്വാനി എന്ന് പറയുന്ന ത്വാ ശരിയല്ല, ശൈത്വാനി ചുണ്ടിളക്കിങ്ങൾ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ചുണ്ടിളകാതെ ചെറിയിളകാതെ നാവിന്റെ മധ്യം എന്ത് ചെയ്യണം, അണ്ണാക്കിലേക്ക് ഇങ്ങനെ ഉയരണം. അതുപോലെ നാവിന്റെ അങ്ങേയറ്റം മുരടിന്റെ ആ ഭാഗവും മുകളിലേക്ക് ഉയർന്നിരിക്കും. എന്നാലേ ത്വാ ശരിയാവുള്ളൂ. സിറാത്തല്ലദീന, അവിടെയൊക്കെ അങ്ങനെ തന്നെ. വേറൊരു അക്ഷരം പിന്നെ ഗൈരിൽ മഖ്ദൂബി എന്ന് പറയുമ്പോൾ ഗൈന് പറ്റെ കുടുങ്ങിപ്പോകരുത്. ഗൈനെ നമ്മളൊരല്പം നീളണം. ഇഖ്വ് എന്നാണ് ആ വിശേഷണത്തിന് പറയുക. ഗൈരിൽ മഖ്ദൂബി ഗൈരിൽ മഖ്ദൂബി ലഹും മഗ്ഫിറഹ് മഗ്ഫിറഹ് അസ്തഗ്ഫിറുല്ലാഹ് അഗ്ലാലൻ വസ്തഗ്ഫിർ. അത് ശ്രദ്ധിക്കാം. മാഷാ അല്ലാഹ് ബാക്കി അക്ഷരങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. ഐനും ഹ എല്ലാം. ബറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. ശബ്ദം ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാഹ് വളരെ നല്ല ഖിറാഅത്തായിരുന്നു. അൽഹംദുലില്ലാഹ്. ബറക്കല്ലാഹു ഫീക്. അല്ലാഹു യസീദുക്കും ഇൻഷാ അല്ലാഹ്. വൽഹംദുലില്ലാഹി റബ്ബിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين. آمين. السلام عليكم.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ശബ്ദം വളരെ വൈഫായിരുന്നു, ശബ്ദം കുറവായിരുന്നു. ഈനും ഹാവും രണ്ട് അക്ഷരങ്ങൾ ഒരേ മഖ്റജിൽ നിന്ന് വരുന്നതാണ്. രണ്ട് അക്ഷരങ്ങളെയും ഒന്ന് ഉഷാറാക്കണം. ഹാ പറയുമ്പോൾ ശരിക്കും ഒരു അഹ് എന്ന സുഖമുള്ള ശബ്ദം കേൾക്കണം. ഐനാണെങ്കിൽ റബ്ബിൽ ആലമീൻ അൻഅംത അലൈഹിം എന്നിങ്ങനെ ഒന്നുകൂടെ ഭംഗിയാക്കി ശീലിക്കണം. പിന്നെ ഗൈറിൽ മഗ്ദൂബി എന്നിങ്ങനെ കുറച്ച് അവിടെ അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടിപ്പോയി, അവിടെ സാധാരണ മദ്ദേ ഉള്ളൂ. ഗൈറിൽ മഗ്ദൂബി ഗൈറിൽ മഗ്ദൂബി. പിന്നെ വലദ്ദാലിൻ മാത്രം എടുത്ത് ഓതാൻ പാടില്ല എന്നാണ്. ഗൈറിൽ മഗ്ദൂബി മുതൽ ഒറ്റ ശ്വാസത്തിൽ ഓതി പഠിക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. വെറും വലദ്ദാലിൻ എടുത്ത് ഓതരുത്. ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, എല്ലാവരും എല്ലാ ദിവസവും കുറച്ച് സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ ഓതുക പോരാ, ഖുർആന്റെ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി നീക്കിവെക്കുകയും ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുകയും മുമ്പ് കഴിഞ്ഞുപോയ ക്ലാസ്സുകളും ഒക്കെ